ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് ക്യൂസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഉണ്ണീസ് വിജയപാത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. സ്വാഗതം എല്ലാവർക്കും ഒരിക്കൽ കൂടി. കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്ന വൈറസ് ആക്രമണം ഉണ്ടാകാറുണ്ടല്ലോ. എന്താണ് വൈറസ്? VIRUS എന്നതിന്റെ പൂർണ്ണരൂപം. വൈറസ് എന്നാൽ വൈറ്റൽ ഇൻഫർമേഷൻ അണ്ടർ സീജ് എന്നതിന്റെ ചുരുക്കമാണ് വൈറസ്. വീഡിയോ ഗെയിമിംഗ് ഇൻഡസ്ട്രിയുടെ പിതാവ് നൊളാൻ ബുഷ്നെൽ. ആദ്യത്തെ കമ്പ്യൂട്ടർ ഗെയിം ഏതാണ്? സ്പേസ് വാർ. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ആരെ? കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് അലൻ ട്യൂറിംഗ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിജയ് ഭട്കർ. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ പിതാവ് എന്ന് വിളിക്കുന്നത് രാജീവ് ഗാന്ധി. പോർട്ടബിൾ കമ്പ്യൂട്ടർ ആദ്യമായി നിർമ്മിച്ചതാര്? ആദം ഓസ്ബോൺ. ലോകത്തെ ആദ്യത്തെ പേഴ്സണൽ കമ്പ്യൂട്ടർ ഏതാണ്? ആൾട്ടയർ 8800. ലോകത്തെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ CDC 6600 കണ്ടുപിടിച്ചതാര്? സെയ്മൂർ ക്രേ 1964. ആപ്പിൾ കമ്പനി സ്ഥാപിച്ചത് സ്റ്റീവ് ജോബ്സ്. ഇമെയിൽ എന്നതിൻ്റെ പൂർണ്ണരൂപം ഇലക്ട്രോണിക് മെയിൽ എന്നതിൻ്റെ ചുരുക്കമാണ് ഇമെയിൽ. ഇമെയിൽ വിലാസത്തിലെ, അതായത് ഇമെയിൽ അഡ്രസ്സിലെ രണ്ട് ഭാഗങ്ങളെ വേർതിരിക്കുന്ന ചിഹ്നം അറ്റ് എന്ന ഈ ചിഹ്നമാണ് രണ്ട് ഭാഗങ്ങളെ വേർതിരിക്കുന്നത്. ഹോട്ട്മെയിൽ പ്രസ്ഥാനം രൂപീകരിച്ച ഇന്ത്യക്കാരൻ. ഹോട്ട്മെയിൽ പ്രസ്ഥാനം രൂപീകരിച്ചത് സബീർ ഭാട്ടിയ. നാസ കുട്ടികൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് കിഡ്സ് ക്ലബ്. കമ്പ്യൂട്ടറിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കുന്നതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ബിറ്റ് ആണ്. പഠിക്കാൻ ജയിക്കാൻ വളരാൻ ഈ ചാനൽ നിങ്ങൾക്കൊപ്പം. ഉണ്ണീസ് വിജയപാത. നമ്മുടെ വിദ്യാലയങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന IT ക്ലബിന്റെ പേര് ലിറ്റിൽ കൈറ്റ്സ്. ആരംഭിച്ച വർഷം 2018 ജനുവരി 22. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ IT അധിഷ്ഠിത പഠനത്തിന് നേതൃത്വം നൽകുന്ന സർക്കാർ കമ്പനി കൈറ്റ് രൂപീകരിച്ച വർഷം 2001. കൈറ്റ് എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? കൈറ്റ്. അതിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. അതിൻ്റെ ചുരുക്കമാണ് കൈറ്റ്. ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് സ്റ്റാൾമാൻ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് എന്ന പേരിൻ്റെ പൂർണ്ണരൂപം VICTERS. വിക്ടേഴ്സ്. അതിൻ്റെ പൂർണ്ണരൂപം വെർസറ്റൈൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എൻഹാൻസ്ഡ് റിസോഴ്സ് ഫോർ സ്റ്റുഡൻസ് എന്നതിൻ്റെ ചുരുക്കമാണ് വിക്ടേഴ്സ്. വിക്കിപീഡിയയുടെ നിർമ്മാതാക്കൾ ആരെല്ലാം? ജിമ്മി വെയിൽസ്, ലാറി സാങ്കർ. ഷെൽഫ് വെയർ എന്നാൽ എന്താണ്? വിൽപ്പന നടക്കാത്ത സോഫ്റ്റ്വെയർ, അതായത് അൺസോൾഡ് സോഫ്റ്റ്വെയർ ആണ്. ആകാശം 3D രൂപത്തിൽ കാണാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? സ്റ്റെല്ലേറിയം.
ആകാശഗോളങ്ങളുടെ 3D രൂപം കാണാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ആകാശഗോളങ്ങളുടെ 3D രൂപം കാണാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മാർബിൾ. കത്തുകളും ആശംസാ കാർഡുകളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. കത്തുകളും ആശംസാ കാർഡുകളും തയ്യാറാക്കാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ലിബ്രിയോഫീസ് റൈറ്റർ എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ തയ്യാറാക്കിയതാര്? ലിബ്രിയോഫീസ് റൈറ്റർ എന്ന സ്വതന്ത്ര സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത് ഡോക്യുമെന്റ് ഫൗണ്ടേഷൻ. സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ എന്നിവയെ പഠിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ കെ ജിയോഗ്രാഫി. ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? ഒഡാസിറ്റി എന്ന സോഫ്റ്റ്വെയർ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. പരപ്പളവ്, ചുറ്റളവ് എന്നിവയുടെ പഠനത്തിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? ഏരിയ ബിൽഡർ. ഭിന്നസംഖ്യാ പഠനത്തിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഐഫ്രാക്ഷൻ ലാബ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.